യെസ് വിദ്യാസാഗർ, എന്തായാലും ഈ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ഈ മതഭീകരവാദികളെയൊക്കെ, ഇസ്ലാം മതഭീകരവാദികളെയൊക്കെ കൈയൊഴിയുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. നമുക്കറിയാമല്ലോ, നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അന്വേഷണം എത്രത്തോളം പോകുന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും അജിത് കുമാറിനെ കൈവിടുന്ന ഒരു 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 തലത്തിലേക്ക് പോകുന്നു. അതും ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട്. ആന്തരിക സമ്മർദ്ദമുണ്ട്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പാർട്ടിക്കകത്ത് ആ വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഇത് കാണണം. പിന്നെ പോലീസിനകത്ത് തൊഴുത്തിൽ കുത്തുണ്ട്. DGPക്ക് ADGPയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെയുള്ള പല വിഷയങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാം കെട്ടുപിടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണൊന്ന് അഴിച്ചെടുക്കുക? ഇപ്പോൾ അജിത് കുമാറിനെ ഒരു വിട്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം സംരക്ഷിക്കുമെന്ന് കരുതുന്നില്ല. എന്തായിരിക്കും ആത്യന്തികമായിട്ട് അന്വേഷണത്തിൻ്റെ ഫലം? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അജിത് കുമാർ ഒരു ഒഫീഷ്യലാണ്, ഒരു ബ്യൂറോക്രാറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലീനേജ്, അതായത് പോലീസിലുള്ള ഒരു വ്യക്തിയാണ്, ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞാൽ അദ്ദേഹം പരസ്യ പ്രതികരണങ്ങളൊന്നും ചെയ്യില്ല. അജിത് കുമാറിനെ തൽക്കാലം സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ നിർബന്ധിച്ചാലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയാലോ അജിത് കുമാർ ഒരിക്കലും പ്രതിഷേധിക്കാനോ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകാനോ പോകുന്നില്ല. അജിത് കുമാർ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു, ദത്താത്രേയ ഹോസ്പിറ്റലിൽ കണ്ടത് ഇറ്റ്സ് എ പ്യൂർലി പേഴ്സണൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിൽ പിന്നെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രി അയാളെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയാൽ പോലും ആ പ്രശ്നം അവിടെ തീർന്നു. അതാ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ ഇസ് എ വെരി ഷ്രൂഡ് പൊളിറ്റീഷ്യൻ. അയാൾക്ക് അറിയാം എക്സാക്ട്ലി വോട്ട് ബാങ്ക് തന്നെയാണ്. എസ്പെഷ്യലി ജലീലിനെ പോലെ മലപ്പുറം ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രങ്ങളിലുള്ള നേതാക്കന്മാരെ പിണക്കിക്കൊണ്ട് അജിത് കുമാറിനെ നിലനിർത്താനുള്ള യാതൊന്നും പിണറായി വിജയൻ കാണില്ല. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ വിജയിയാണ് അവിടെ. കാരണം ഇതിലൂടെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയാണ് താനിത് ചെയ്തതെന്ന് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പിണറായി വിജയന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവരുടെ കോൺഗ്രസിന്റെ ആരോപണം തൃശ്ശൂരിൽ ഇവരുടെ മുരളീച്ചേട്ടൻ തോറ്റുപോയത് പിന്നെ ഇത് കാരണമാണെന്നാണ്. അതൊക്കെ ഇവർ വിഡ്ഢിത്തരാണ്, പഠിക്കാത്തോണ്ട് പരീക്ഷ തോറ്റു, അത്രേ ഉള്ളൂ. അല്ലാതെ റിപ്പോർട്ട് വന്നല്ലോ വിദ്യാസാഗർ. അതാ പറഞ്ഞത്. അതായത് ഇവരുടെ ഈ കോൺഗ്രസിന്റെ ഈ ചിലക്കലാണ്, ഇവർക്ക് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവര് പറയുന്നത് പിന്നെ പിണറായി വിജയനും RSSന്റെ നേതാക്കളും ചേർന്നിട്ട് തൃശ്ശൂർ പൂരം കലക്കി എന്നിട്ട് സുരേഷ് ഗോപി ജയിപ്പിച്ചു എന്നാണ്. ഈ ഒരു മണ്ടത്തരം, ഈ തിയറിയാണ് ഇവർ പറയുന്നത്. അടുത്ത ഇലക്ഷൻ നമുക്ക് കാണാം, നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെ ജനങ്ങൾ തെരഞ്ഞെടുക്കും, അത്രേ അവിടെ ഉള്ളൂ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പൂരം കലക്കി എന്ന വാദമാണല്ലോ. അപ്പൊ പൂരം കലക്കിയ രാത്രി നമ്മൾ ഒക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ അത്, രാത്രി സമയത്ത്. അപ്പൊ കോൺഗ്രസിന്റെ മുരളിയൊക്കെ അവിടെ ഉറങ്ങിയായിരുന്നു. അല്ല, മുരളിയേട്ടൻ ആദ്യം പോയിട്ട് ഇടപെടാലോ അതിൽ, അല്ലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇരച്ചെത്താമായിരുന്നു. അതൊന്നും ചെയ്യാതെ കിടന്നുറങ്ങിയിട്ട് ആ മരം വെട്ടുകാരുടെ ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ എത്തി. അത് ഏത് പൂരം അലങ്കോലം പെട്ടതിന് ശേഷം. മാത്രമല്ല ഈ BJPയുടെ എലക്ഷൻ ഇതുണ്ടല്ലോ, പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഏജൻസിയുടെ കോർഡിനേറ്ററാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പൊ നോക്കുമ്പോ ഇത് ആസൂത്രിതമോ എന്നുള്ള ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അവിടേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു നേതാവിനെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇലക്ട് ചെയ്യുന്നുള്ളതാണ് അവിടെ കണ്ടത്. ഈ പ്രശ്നം ഉണ്ടായി, കോൺഗ്രസ് നേതാക്കന്മാരെ വീട്ടുകാർക്കിൽ വെച്ചോ, അജിത് കുമാറും ദത്താത്രേയ ഹോസ്പിറ്റലും കൂടിയിട്ട്. അതെ അതെ അതെ. അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി ചത്തുപോയൊരു പാർട്ടിയാണ്. അപ്പൊ ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ പൂരം കലക്കി, ശരി, വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ ചാടി ഇറങ്ങാൻ ഇവർ പറഞ്ഞില്ലല്ലോ. ഇവരെ സുധാകരൻ അല്ലെങ്കിൽ തന്നെ അത്തം മുത്തുമായി അയാൾ പോയി, സതീശൻ വന്നോ, അല്ലെങ്കിൽ ആ തൃശ്ശൂരിലെ പ്രതാപം വന്നോ, ഒരുത്തനും വന്നില്ല. എന്നിട്ട് ഇവർ പറയാണ് പിന്നെ പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ ആരും പിടിച്ചു വെച്ചോ, അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പോയിട്ട് കലങ്ങിയ പോലെ നേരെ ആക്കിക്കൂടായിരുന്നു. അതൊന്നും ചെയ്യാതെ സുരേഷ് ഗോപിയാണ് അവിടെ ചെന്നത്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ആംബുലൻസ് കയറി, അദ്ദേഹത്തിന് കഠിനമായ നടുവേദനയും ക്ഷീണവും കൊണ്ട് വലഞ്ഞിരുന്ന സമയമാണത്. എന്നിട്ട് പോലും സുരേഷ് ഗോപി അവിടെ എത്തി. അപ്പൊ സുരേഷ് ഗോപി ജനങ്ങൾ മാർക്കിട്ടു. അടുത്ത തവണയും സുരേഷ് ഗോപി ജയിക്കുമോ എനിക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി നന്നായി പെർഫോം ചെയ്താൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോ ഉള്ള സ്ഥിതി സുരേഷ് ഗോപിയിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അത്രയും വോട്ടുകൾ കിട്ടിയത്. ഇതൊക്കെ എന്ത് ജനാധിപത്യം! ഇതൊക്കെ ഇവർ കുറെ മുമ്പ് പറഞ്ഞിരുന്നത് മോദിയും അമിത്ഷായും നമ്മളൊക്കെ കൂടിയിരുന്നിട്ട് മറ്റേ ഇലക്ഷന്റെ യന്ത്രം എടുത്തിട്ട് ശരിയാക്കുക എന്നാണ്. ഇപ്പൊ അതൊക്കെ വിട്ടു. സുപ്രീം കോടതി ചാലഞ്ച് ചെയ്തു ഇവരെ, നിങ്ങൾ ആർക്കെങ്കിലും ടെക്നീഷ്യനെ കൊണ്ടുവരാൻ, ഇതിലിങ്ങനെ തിരിമറി ഉണ്ട് നിങ്ങൾ കാണിക്കുന്നു പറഞ്ഞു. ഒറ്റയൊരുത്തും പുറത്തു വന്നില്ല. മാളത്തിൽ വിളിച്ചു, KPCCയുടെ AICCയുടെ മാളത്തിൽ വിളിച്ചു. ഇപ്പൊ പറയാണ് ഇങ്ങനെ. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ ചാവാൻ കിടക്കുന്ന ആൾ പറയുന്ന വാക്കുകളൊക്കെയാണ് ഇപ്പോ കോൺഗ്രസ് പറയുന്നത്.
അത് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരാളെ നമ്മൾ കളിയാക്കണ്ട. അതുകൊണ്ട് ഒരു ദയാപരമായ നടപടി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ, അതിന് മറുപടിയൊക്കെ പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ പോളിറ്റിക്സ് നിൽക്കുന്നത്. അഡ്വക്കേറ്റ്